ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസൽ കാരാട്ട്, അവനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ആരാണ് ഈ ഫസൽ കാരാട്ട് എന്ന് വളരെ വ്യക്തമായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. സംഘപരിവാറിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഫസൽ കാരാട്ട്. കൃത്യമായ മുസ്ലിം വിരോധവും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുൽപാദനവും വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഫസൽ കാരാട്ട്. അതുകൊണ്ട് തന്നെ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം, സംഘിയാണ്, സംഘപരിവാറുകാരനാണ് ഫസൽ കാരാട്ട്. എന്നാൽ ഫസൽ കാരാട്ട് ഇപ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഒരു സംഘിയല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ ഇസ്ലാമിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് മറ്റുള്ള വിശ്വാസികളെ പോലെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അറമാദിച്ച് ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇസ്ലാമിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില മതപണ്ഡിതന്മാർ നടത്തുന്ന പൗരോഹിത്യപരമായ അവരുടെ ചില മേൽക്കോയ്മയുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന പ്രസംഗങ്ങൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം മുസ്ലിങ്ങളൊന്നും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി വല്ലാത്ത വീർപ്പുമുട്ടലിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദിക്കുക, അവർക്ക് വേണ്ടി സംസാരിക്കുക, എല്ലാത്തരം ആഘോഷങ്ങളിലും പങ്കെടുക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു പ്രത്യേകതരം മുസ്ലിമാണ് ഞാൻ. ഇസ്ലാം മത വിശ്വാസം പരിപൂർണമായും അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് ഫസൽ കാരാട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പുതിയൊരു വീഡിയോയുമായി ഫസൽ രംഗത്തെത്തിയിട്ടുണ്ട്. ആ വീഡിയോയിലുടനീളം ആഘോഷങ്ങളൊന്നുമില്ലാതെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സമുദായത്തിന് വേണ്ടി പോരാടുന്ന രക്തം തിളയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ആ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് അടങ്ങുമ്പോഴേക്ക് മറ്റൊരു വിഷയവുമായിട്ട് പൊതുസമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കാന് മറ്റൊരു പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. ന്യൂ ഇയർ ആഘോഷിക്കും. അത്തരത്തിലാണിപ്പോ വലിയ രംഗപ്രവേശനം ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത്. അത്തരം ഒരു ഉദാഹരണത്തിന് ഒരു പ്രസംഗം ഞാൻ മുന്നോട്ട് വെക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഡിസംബർ 31 കടന്നു വരുമ്പോ, അനാചാരങ്ങൾ നടക്കുമ്പോ, തോന്നിവാസങ്ങൾ നടക്കുമ്പോ, പടച്ചവനെ കാസർഗോഡിന്റെ പല സ്ഥലങ്ങളില് പടച്ചവനെ ഡാൻസും കൂത്തും നടക്കുമ്പോ, എന്റെ പ്രിയമുള്ള വാപ്പാ, നമ്മുടെ ഒരു മക്കളെ പോലും പങ്കെടുക്കാൻ പാടില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ പടച്ചവനെ ബേക്കൽ ഫോർട്ടില് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാ. തെക്കൻ കേരളത്തില് എറണാകുളം ജില്ലയില് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിസംബർ 31 എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവര് ആളുകൾ ഒരുങ്ങുമ്പോ, സർക്കാരുകൾ പോലും ഒരുങ്ങുമ്പോ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഇഖ്ലാസുള്ള ചെറുപ്പക്കാരാ, തെമ്മാടിത്തരങ്ങൾ ചെയ്യല്ലേ, ഹറാമുകൾ ചെയ്യല്ലേ, തിന്മകൾ വലിച്ചെറിയണേ. നിങ്ങൾ കേട്ടില്ലേ? ഒരാഘോഷവും പാടില്ല. അത്തരത്തിൽ തന്നെയാണ് ഇത്തരം ആളുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് വിളിച്ചു പറയാണ്, ഡാൻസ്, പേക്കൂത്തുകൾ, തമ്മാടിത്തമാണ് പോലും നമ്മുടെ കേരളത്തിൽ ന്യൂ ഇയർ പ്രോഗ്രാമുമായിട്ട് നടക്കുന്നത് എന്ന്. തമ്മാടിത്തരമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന സകലരും ചെയ്യുന്നത് എന്ന ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ? നമ്മളുടെ കുട്ടികൾ മാത്രം അതിലേക്ക് പോവാതെ നോക്കണമെന്ന്. അതെന്ത് എത്രത്തോളം ഉളുപ്പില്ലായ്മയാണ്! അതായത് അവിടെ അതായത് മറ്റ് ആളുകളൊക്കെ തന്നെ തമ്മാടിത്തമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ ഇയറുമായിട്ട്. അതാ ഇപ്പോ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ ചാടി വീട് കുരു പൊട്ടി വിളിച്ചു പറയും, ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞതാണ്, അതിന് നിങ്ങൾക്ക് എന്തായത്? മുസ്ലിം ആയതുകൊണ്ട് തന്നെയാ ഇതിന് മറുപടി പറയുന്നത്. കേട്ടില്ലേ നിങ്ങൾ? ഫസൽ കാരാട്ട് വിശ്വാസിയാണത്രേ. ഈ ഫസൽ കാരാട്ടിന്റെ വീഡിയോസിന് താഴെ ചെന്നിട്ട് അവന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അതിൽ വരുന്ന കമന്റുകൾ മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്ന കമന്റുകളാണ്. ഇസ്ലാം മത വിശ്വാസികളെ മുഴുവനും തെറി പറയുന്ന കമന്റുകളാണ്. അതിൽ ഈ മുസ്ലിം സ്ത്രീകളെ, പ്രത്യേകിച്ച് പ്രായമായ ഉമ്മമാരെ, മഫ്ത ധരിക്കുന്ന പെണ്ണുങ്ങളെ, മദ്രസയിൽ പോകുന്ന ചെറിയ പെൺകുട്ടികളടക്കമുള്ള കുഞ്ഞു മക്കളെ എല്ലാവരെയും ഒരു പരിധിയുമില്ലാതെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് പച്ചത്തെറി വിളിക്കലും മുസ്ലിങ്ങളെ മുഴുവനും അങ്ങേയറ്റം അറയ്ക്കുന്ന ഭാഷയിൽ സർവ്വ തെറികളും വൃത്തികേടുകളും പറയുക എന്നുള്ളതാണ് ഇവന്റെ ഈ കമന്റ് ബോക്സിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ, ക്രിസംഗി, ഈ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന കുറെ ആളുകളാണ്. അവർക്ക് അതിനുള്ള മുഴുവൻ അധികാരവും മുഴുവൻ അവകാശങ്ങളും
മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഫസൽ കാരാട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനോട് പറയുകയാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മതവിശ്വാസിയാണ്, ഞാൻ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അത് പറയുമ്പോഴും അവന്റെ കമന്റ് ബോക്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം ഉമ്മത്തിനെയും കണ്ണുപൊട്ടുന്ന കാതുപൊട്ടുന്ന തെരുവിലുകൾ നടക്കുകയാണ്. പക്ഷേ ഫസൽ കാരാട്ടിന് അതിനോടൊന്നും താല്പര്യമില്ല, അതിനെക്കുറിച്ച് പറയാനും താല്പര്യമില്ല. കാരണം അവർ കമന്റ് ഇടുന്നതിനോടൊപ്പം തന്നെ അവരയച്ചു കൊടുക്കുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഫസൽ കാരാട്ട്. ഫസൽ കാരാട്ടിന്റെയും ഫസൽ കാരാട്ടിന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചു കൊടുക്കുന്നത് സംഘപരിവാറാണ്, കൃസംഗികളാണ്, ഇവിടുത്തെ യുക്തിവാദികൾ എന്ന് പറയുന്ന തീവ്രവാദികളും മുസ്ലിം വിരുദ്ധരുമാണ്. അപ്പോൾ പിന്നെ അവർക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബവും പട്ടിണിയിലായി പോകുന്ന ഏർപ്പാടാണ്. നീ ഈ സംഘപരിവാറിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ, നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി വേണം നീ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ പൊതുസമൂഹത്തിനോടായി നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞതായി നിനക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ടാവും, അവരുടേതായ പള്ളികളിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും, അവരുടേതായ മതപ്രസംഗ വേദികളിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും, മുസ്ലിങ്ങൾ മാത്രം സംഗമിക്കുന്ന വേദികളിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. അതവരുടെ കടമയാണ്. ക്രിസ്മസ് ആഘോഷം എന്നൊരു ആഘോഷം മുസ്ലിങ്ങൾക്കില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതൊന്ന് വലിയ പെരുന്നാളാണ്, മറ്റൊന്ന് ചെറിയ പെരുന്നാളാണ്. മറ്റൊരു തരത്തിലുള്ള ആഘോഷങ്ങളും മുസ്ലിങ്ങൾക്കില്ല. മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ നിങ്ങൾ പോകേണ്ടതില്ല. അവരുടെ ആഘോഷങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭാഗവാക്കാവാൻ നിങ്ങളുടെ വിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ട് പോകാൻ പാടില്ല. നിങ്ങൾ അവരുടെ ആഘോഷങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയേണ്ടതില്ല. ആ ആഘോഷങ്ങൾ അവർക്ക് പ്രധാനപ്പെട്ടതാണ്, അവർക്കേറെ വിലപ്പെട്ടതാണ്. അതിനെ നിങ്ങൾ നിന്ദിക്കാനും പാടില്ല, അതിനെ ബഹുമാനിക്കാനും ആണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ന്യൂ ഇയറിന്റെ ആഘോഷവും. ന്യൂ ഇയർ ആഘോഷം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കോളരുതായ്മകളും നടക്കുന്ന വിവരം നിനക്കറിവുള്ളതല്ലേ ഫസലെ? പക്ഷെ നീ എന്തിനത് മറച്ചു പിടിക്കണം? നമ്മുടെ ഈ കേരളത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന് കൂട്ടബലാത്സംഗത്തിനിരയായ റഷ്യൻ യുവതിയുടെ കേസിനെ കുറിച്ച് നിനക്കറിയാത്തതാണ്. അതുപോലെ തന്നെ കേരള പോലീസ് 12 മണി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പാർട്ടികളും ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളും അതുപോലെ തന്നെ ആ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തരങ്ങളും പലതരത്തിലുള്ള മോശമായ പ്രവർത്തികളും നടക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് പറയുന്നത്. DJ പാർട്ടി അടക്കം പലതരത്തിലുള്ള പാർട്ടികളും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെയൊക്കെ മറവിൽ നടക്കുന്നത് പെൺവാണിഭങ്ങളാണ്, ലഹരിക്കടത്തുകളാണ്, മറ്റു പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള പോലീസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരള പോലീസ് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന സ്ഥിതിക്ക് നീ പറയുമോ കേരളത്തിലെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് കേരള പോലീസ് പറയുന്നു എന്ന്? അതല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വരുന്നവരെല്ലാം പെൺവാണിഭത്തിന് വരുന്നവരാണ്, പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ് എന്നൊരു വാദം പോലീസിനെതിരെ നീ ഉന്നയിക്കുവോ? ഇല്ലല്ലോ. അതുപോലെ ഈ മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളിലെ മാതാപിതാക്കളോടായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. അത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് മക്കൾ പുറത്തു പോയാൽ അവർ പല വിധത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്, ലഹരിക്കടത്തിനോടൊപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടികൾ ഒരുപക്ഷെ ഈ പറയപ്പെട്ട മോശമായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ സൂക്ഷിക്കണമെന്ന് ആ പണ്ഡിതന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആ മുസ്ലിങ്ങളോടായിട്ട്, അവരുടെ മാതാപിതാക്കളോടായിട്ട്, ചെറുപ്പക്കാരോടായിട്ട്, കുഞ്ഞു മക്കളോടായിട്ടാണ് പറയുന്നത്, നിന്നോടല്ല പറഞ്ഞത്. ഫസലെ, ഇതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ന്യൂ ഇയറിന്റെ രാത്രിയിൽ എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, കുടിച്ചു കൂത്താടാം, വ്യഭിചരിക്കാം, ലഹരി ഉപയോഗിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. സംഘികളെ ബാധിക്കുന്നില്ല, ക്രിസംഘികളെ ബാധിക്കുന്നില്ല, യുക്തിവാദികളെന്ന ഒറിജിനൽ സംഘികളെ ബാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഫസലെ നീ കയർ പൊട്ടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഫസലെ നീ ഇതൊക്കെ ഏറ്റുപിടിക്കുന്നത്? ഒരു മുസ്ലിം പണ്ഡിതന് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ കേൾക്കുന്ന കേൾവിക്കാരോട് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവരോടൊപ്പം അദ്ദേഹത്തിന്റെ മതവിശ്വാസങ്ങൾ പങ്കുവെക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശമാണ്, അത് അദ്ദേഹത്തിന്റെ മതപരമായ ഉത്തരവാദിത്തമാണ്, അത് അദ്ദേഹത്തിന്റെ വിശ്വാസപരമായ കടമയാണ്. അത് അദ്ദേഹം നിർവഹിക്കുക തന്നെ ചെയ്യും. അതിൽ നിനക്ക് കുരുപെട്ടേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ് പറയുക. മുസ്ലിം ഉമ്മത്തിനോടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പണ്ഡിതന്മാരാണ് സംസാരിക്കുക. അതിന് കയറി അഭിപ്രായം പറയാൻ നിനക്കൊരു സ്വാതന്ത്ര്യവുമില്ല, നിനക്കൊരു അവകാശവുമില്ല. സംഘപരിവാറിന്റെ തണലിലും അവരുടെ സ്വാധീനത്തിലും
ഇവിടുത്തെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കുമെതിരെ എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിവാസവും എന്ത് പോക്കിരിത്തരവും വിളിച്ചു പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ അതൊന്നും നടക്കത്തില്ല ഫസലെ. ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും, ശക്തമായി പ്രതികരിക്കും. നിന്നെപ്പോലെയുള്ള കപട വിശ്വാസികളെ, മുനാഫിക്കുകളെ സമൂഹത്തിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.